ഹലോ സ്റ്റുഡൻസ്, +2 അക്കൗണ്ടൻസി എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് 20 മാർക്സിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലേ. അവിടെ തിയറി ആയിട്ട് 20 മാർക്സ് നമുക്ക് എക്സാമിന് ചോദിക്കും. പക്ഷെ നമുക്ക് ഓണം എക്സാമിനേഷൻ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, രണ്ടാമത്തത് സ്പ്രെഡ്ഷീറ്റുമാണ്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഈ വരുന്ന ഓണം എക്സാമിനേഷന് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ചാപ്റ്ററിനെയും നോക്കിക്കോളൂ. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ പക്ക തിയറിയാണ്. അതിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, കോഡിഫിക്കേഷൻ ആയിക്കോട്ടെ, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒന്നാമത്തത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് CAS. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഫീച്ചേഴ്സും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് അഡ്വാൻറ്റേജസ്. സോ അഡ്വാൻറ്റേജസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ഓണം എക്സാമിന് സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത്. ജനറേറ്റിംഗ് റിപ്പോർട്ട്സ് ആണ്, എഫിഷ്യൻസി, എഫക്റ്റീവ് കൺട്രോൾ, ഇക്കോണമി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസും ഇത് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത്, എക്സ്പ്ലെയിൻ എനി 2 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. അതായത് അക്കൗണ്ടിങ്ങിന്റെ 2 ഫീച്ചേഴ്സ് ചോദിച്ചുള്ളൂ. നമുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ നമുക്ക് 3 ഫീച്ചേഴ്സ് പഠിക്കാണ്ട്, പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട് അല്ലെ. ഈ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ 2 മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ നമ്മൾ 3 കരുതിയിരിക്കുക. പാസ്വേഡ് സെക്യൂരിറ്റി നമുക്ക് എൻറ്റർ ചെയ്യാനുള്ളതാണ്. ഡാറ്റ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാറ്റയെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ, അത് ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ അറിയാനുള്ളതാണ്. ഡാറ്റ വോൾട്ട് 2 സെക്യൂരിറ്റി ഫീച്ചർ കൊടുക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിച്ചാണ്. ചോദ്യം ഇങ്ങനെയാണ് വരാറ്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോഡിഫിക്കേഷൻ. അതിൽ സീക്വൻഷ്യൽ കോഡും ന്യൂമോണിക് കോഡും അതുപോലെ തന്നെ ബ്ലോക്ക് കോഡും നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. അത് ചോദിക്കുന്ന രീതി 3 ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കുന്ന ഉറപ്പാണ്. ഇവിടെ ചോദിച്ചത് ഇങ്ങനെയാണ്, ഐഡന്റിഫൈ ദ types of codes for the given example from the items given in the brackets. ഓക്കെ, അപ്പൊ സീക്വൻഷ്യൽ കോഡ്, ബ്ലോക്ക് കോഡ്, ന്യൂമോണിക് കോഡ് ഇത് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോഡ് നെയിം ഓഫ് റെയിൽവേ സ്റ്റേഷൻ QLN കൊല്ലം ആൻഡ് TCR ഫോർ തൃശൂർ. നമുക്കറിയാം ഒരു ന്യൂമോണിക് കോഡിന്റെ പ്രത്യേകത ഒരു അബ്രീവിയേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഫോം യൂസ് ചെയ്യാം. SLR നമ്മൾ വിളിച്ച SLR സാലറി അക്കൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യാം. TVM ട്രിവാൻഡ്രത്തിന് വേണ്ടി യൂസ് ചെയ്യാം. SB സെയിൽസ് ബുക്കിന് വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് ന്യൂമോണിക് കോഡാണ്. ഒന്നാമത്തിന്റെ ആൻസർ ന്യൂമോണിക് കോഡ്. രണ്ടാമത്തത് കോഡ് ടെക്സ്റ്റൈൽസ് ഐറ്റം 100 to 109. ഇത്ര മുതൽ ഇത്ര വരെ ഒരു ബ്ലോക്ക് ആയിട്ട് തിരിക്കല്ലേ, 0 മുതൽ 99 വരെ അങ്ങനെ ബ്ലോക്ക് ആയിട്ട് തിരിക്കുമ്പോൾ 2019 ചോദിച്ച ക്വസ്റ്റിനും കൂടിയാണ് അതിന് ബ്ലോക്ക് കോഡ് എന്ന് പറയാം. ഇതിനെ കൂടെയാണ് സീക്വൻഷ്യൽ കോഡ് ഡിസ്കസ് ചെയ്യാം. സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ കാണല്ലേ, 1 2 3 എന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ABCD എന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ 1A ആൽഫബറ്റും നമ്പറും കൊടുക്കുകയാണെങ്കിലോ ഒരു പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം സോഴ്സ് ഡോക്യുമെന്റ് യൂസ് ചെയ്യുമ്പോൾ, ബില്ല് യൂസ് ചെയ്യുമ്പോൾ, വൗച്ചർ യൂസ് ചെയ്യുമ്പോൾ, ചെക്ക് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇത്രയും സീക്വൻഷ്യൽ കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കോഡുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് എന്തായാലും CAS ചോദിക്കും. നെക്സ്റ്റ് ദ കോഡ് അത് വന്നിക്കുക. ദ കോഡ് CS 101, CS 102, CS 103 ഫോർ ദ കസ്റ്റമർ XYZ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കോഡ്. സീക്വൻഷ്യൽ ആണ്, കണ്ടിന്യൂസ് ആണ്, നമ്പേഴ്സ് ആണ്. എക്സാമ്പിൾ സീക്വൻഷ്യൽ കോഡാണ്. ഇനി പിക്ക് ഔട്ട് ദ വൺ വിച്ച് കനോട്ട് ബി കോമ്പണന്റ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണന്റ് എക്സാമിനേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. വാട്ട് ആർ ദ കോമ്പണന്റ്സ് അല്ലെ. ആ 5 കോമ്പണന്റ്സ് പഠിക്കാനുണ്ട്. അതിനെ 5 പില്ലേഴ്സ് എന്ന് നമ്മൾ പറയും. അതിന് ഒന്ന് പ്രൊസീജിയർ ആണ്, രണ്ടാമത്തത് ഡാറ്റയാണ്, മൂന്നാമത്തത് പീപ്പിൾ ആണ്, പിന്നെ ഹാർഡ്വെയർ ആണ്, പിന്നെ അത് സോഫ്റ്റ്വെയർ ആണ് അല്ലെ. നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഇതൊക്കെ നമുക്ക് വേണ്ടത്. പക്ഷെ വൈറസ് എന്ന് പറയുന്ന കോമ്പണന്റ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ആൻസർ വൈറസ് ആണ്. കാരണം ഇവിടെ കോമ്പണന്റ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 5 പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അതുകൊണ്ട് കോമ്പണന്റ് മക്കൾ പഠിച്ചു വെക്കണം. ആ കോമ്പണന്റ് 5 കോമ്പണന്റ് ആണ്. അതിന്റെ ജസ്റ്റ് 1 ലൈൻ മീനിങ്ങും എക്സാമിനേഷൻ ഉണ്ട്, റെഡിയാക്കി വെക്കാം. നെക്സ്റ്റ് ഒരു എക്സ്പ്ലനേഷന്റെ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ വളരെ ഭംഗിയായിട്ടുണ്ട്. ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ പ്രിന്റ് ഔട്ട്സ് ആക്കി തന്നിട്ടുണ്ടാവുക. ഫീച്ചേഴ്സിനെ സാർ ഇങ്ങനെ എക്സ്പ്ലെയിൻ തന്നത് 1 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. സിംപ്ലിസിറ്റി, കോംപ്രഹെൻസീവ് ഇൻ നേച്ചർ, ആക്യുറസി, സ്പീഡ്, നോ ഡിഫിക്കൽട്ടി ഇൻ ദ അൾട്രേഷൻ, ഇത്തരത്തിലുള്ള മീനിങ് അവിടെ പഠിച്ചു വെച്ചുകൊണ്ട് ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. സ്കാലബിലിറ്റി പഠിച്ചതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു 5 ഫീച്ചർ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം ആക്യുറസി ഉണ്ട്, സ്കാലബിലിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഫീച്ചേഴ്സും പഠിച്ചു വെച്ച് അപ്പോൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, കോമ്പണന്റ്, അഡ്വാൻറ്റേജ്
ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഈ 3 കണക്റ്റഡും കൂടിയാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇൻ എ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ്സ് ദ ഇൻട്രസ്റ്റ് ഫോർ എ പീരീഡ്. നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ സിൻടാക്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഫംഗ്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോ ഫംഗ്ഷനും താഴെ ഏതൊക്കെയാണെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, ചില കാൽക്കുലേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, റൗണ്ട് ഫംഗ്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇവിടെ ഇൻട്രസ്റ്റ് ഓഫ് എ പീരീഡ് ആണ് 2016 ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. അത് റേറ്റ് ആണ് അല്ലെ, റേറ്റ് ആണ്. അടുത്തത് സിൻടാക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ സാർ പരിചയപ്പെടുത്താം. അബ്ദുള്ള ഈസ് എ ന്യൂ സ്റ്റുഡന്റ് ഇൻ യുവർ ക്ലാസ്. ക്യാൻ യു ഹെൽപ്പ് അബ്ദുള്ള ടു ലേൺ എനി 3 ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് സിൻടാക്സ്? സാർ അതൊരു എക്സാമ്പിൾ പോലെയാണ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എടുത്തിരിക്കുക. നമുക്കറിയാം മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു ലോജിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ഏതൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ്, അതിന്റെ സിൻടാക്സ് ഏതൊക്കെയാണ്? ഇപ്പൊ സം ആണെങ്കിൽ സിൻടാക്സ് എന്താണ്, സം ഈഫ് ആണ് സിൻടാക്സ് എന്താണ്, റൗണ്ടിന്റെ സിൻടാക്സ് എന്താണ്, റൗണ്ട് അപ്പിന്റെ എന്താണ്, റൗണ്ട് ഡൗൺ എന്താണ്, PMT എന്താണ്, ഇങ്ങനെ ഓരോന്നിന്റെയും സിൻടാക്സ് നിങ്ങൾ അത് പഠിച്ചു തന്നെ വേണം. അപ്പൊ അത് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷന് 3 കൊടുക്കാൻ വേണ്ടിയാണ്. അല്ല, ഏറ്റവും പ്രധാന PMT തന്നെയാണ്. PMT ഫംഗ്ഷന്റെ സിൻടാക്സ്, PMT റേറ്റ്, NPR, PV, FE ടൈപ്പ്, അത് അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. റേറ്റ് ഫംഗ്ഷൻ ആണ്, റേറ്റ്, NPR, PMT, PV, FE ആൻഡ് ടൈപ്പ് ആൻഡ് ഗസ്. ദെൻ NPV ഫംഗ്ഷൻ, NPV റേറ്റ്, വാല്യൂ 1, വാല്യൂ 2 നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നമ്മൾ റേഞ്ച് എടുക്കുന്നു അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഇതൊരു സിൻടാക്സ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇത് തന്നെ ചോദിക്കുമെന്നല്ല, നമുക്ക് എല്ലാത്തിന്റെയും സിൻടാക്സ് നമ്മൾ പഠിച്ചു വെക്കണം. അത് മാത്തമെറ്റിക്കൽ ആണെങ്കിലും ലോജിക്കൽ ആണെങ്കിലും ഫിനാൻഷ്യൽ ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്കലും പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഏവറേജിന്റെ എല്ലാം മിനിമം, ഏവറേജ്, മാക്സിമം എല്ലാം പഠിച്ചു വെക്കണം. സോ സിൻടാക്സ് മക്കള് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഏത് എക്സാമ്പിളും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ സിൻടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. ദെൻ ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് ഹെൽപ്സ് ടു കമ്പ്യൂട്ട് ദ ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ്. PMT ഫംഗ്ഷൻ ആണ്, ഒരുപാട് തവണ എക്സാം ചോദിച്ചു. ലോൺ റീപേയ്മെന്റ് ഏതാണ് സിൻടാക്സ് അല്ലെ, ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. PMTയുടെ സിൻടാക്സ് കുറച്ച് മുമ്പ് പഠിക്കുകയും ചെയ്തു. PMT ഫോർമുല കംസ് അണ്ടർ ദ ഡേഷ് ഫംഗ്ഷൻ. തിരിച്ചു ചോദിച്ചുണ്ടോ? സോ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ് PMT. നേരെ തിരിച്ചു ചോദിച്ചു, PMT ഫോർമുല കംസ് അണ്ടർ PMT ഫംഗ്ഷൻ ആണ് അണ്ടർ ദ വിച്ച് ഫംഗ്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ 2 ചാപ്റ്ററിൽ പ്രതീക്ഷിക്കണം. ഇനി നമുക്കൊരു റൗണ്ട് ഫംഗ്ഷൻ ഒക്കെ വരുന്ന പോലെ എന്താണ് ഒരു സിൻടാക്സ് എന്നുള്ള മറ്റൊരു ചോദ്യം നോക്കാം. നെയിം ദ ഫംഗ്ഷൻ ആൻഡ് സിൻടാക്സ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഫംഗ്ഷൻ റെഗുലേറ്റ്സ് ലിബർ ഓഫീസ് കാൽക്ക്. നമുക്കറിയാം കാൽക്കിന്റെ അകത്ത് നമുക്കറിയാം നമ്മുടെ സ്പ്രെഡ്ഷീറ്റിന്റെ പേര് കാൽക്ക് എന്നാണ്, ലിബർ ഓഫീസ് കാൽക്ക് എന്നാണ്. കാൽക്കിന്റെ മീനിങ്, ഫീച്ചേഴ്സ് മക്കൾ പഠിച്ചു വെക്കണം. കറണ്ട് സിസ്റ്റം ഡേറ്റ് ആണെങ്കിൽ ടുഡേ ഫംഗ്ഷൻ ആണ് അല്ലേ, ടുഡേ ഫംഗ്ഷൻ ആണ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ ഒരു ബോഡി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പിന്നെ നെയിം ആണ്, അതിനുശേഷം നമുക്കറിയാം ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, റേഞ്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ദെൻ കറന്റ് ഡേറ്റ് വിത്ത് ടൈം ആണെങ്കിൽ നൗ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. കൗണ്ട് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ഇൻ എ ഗിവൺ റേഞ്ച് ആണ്. അപ്പൊ കൗണ്ട് ഫംഗ്ഷൻ ആണ്, കൗണ്ട് ആണ് അല്ലെ, റേഞ്ച്, ഒരു റേഞ്ചിൽ വാല്യൂസ് മാത്രം കൗണ്ട് ചെയ്യാണ്. ദെൻ കൗണ്ട് ദ നമ്പർ ഓഫ് empty cells അല്ലെ, ബ്ലാങ്ക് ആണ് അല്ലെ, empty cells. അപ്പൊ കൗണ്ട് ബ്ലാങ്ക് ആണ്, കൗണ്ട് ബ്ലാങ്ക്, പിന്നെ റേഞ്ച് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇത്തരത്തിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടത് സിൻടാക്സായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്ര നോക്കിക്കേ സിസ്റ്റം ഡേറ്റ് ഒക്കെ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഇത്തരത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, 2 ചാപ്റ്ററിനെ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ഒന്നാമത്തെ ചാപ്റ്ററിൽ പക്ക തിയറി ആണെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സിൻടാക്സായിട്ട് ബന്ധപ്പെട്ടത്, റൗണ്ട് ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് കാൽക്കിന്റെ ഫീച്ചേഴ്സ് ആവാം, ഇത്തരത്തിൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടത്, സെൽ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടത്, ഇത്തരത്തിലെ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്ത് വെച്ച് അക്കൗണ്ടൻസി പഠിക്കുന്ന, പാർട്ണർഷിപ്പ് പഠിക്കുന്ന അതേ സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ വരുന്ന ഓണപരീക്ഷ അറ്റൻഡ് ചെയ്യാൻ. ഓൾ ദ ബെസ്റ്റ്.